അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തുഹ്ഫത്തുൽ മുഹ്താജ് 7-ാം വാള്യം, കിതാബുൻ നിക്കാഹ്, ദർസ്. ഏഴാം വാള്യം, പേജ് 188 നോക്കുക. വതറദ്ദദ ഫീ മുസ്ലിമത്തിൻ താരികത്തിൻ ലിസ്വലാത്തി വകിതാബിയ്യത്തിൻ ഫഖീല ഹാദിഹി ഔലാ ലിൽ ഇജ്മാഇ അലാ സിഹ്ഹത്തി നികാഹിഹാ വലിബുതുലാനി നികാഹി തിൽക ലിരിദ്ദതിഹാ ഇൻദ ഖൗമിൻ വഖീല തിൽക ലിഅന്ന ശർത്ത നികാഹി ഹാദിഹി മുഖ്തലഫുൻ ഫീഹി വറജ്ജഹ ബഅ്ളുഹും അൽ അവ്വല وهو واضح في الإسرائيلية لأن الخلاف القوي إنما هو في غيرها ولو قيل الأولى لقوي الإيمان والعلم هذه لأمنه من فتنتها وقرب سياسته لها إلى أن تسلم ولغيره تلك لئلا تفتنه هذه لكان أوجه. بسم الله الرحمن الرحيم. വതറദ്ദദ, ചിന്താകുഴപ്പത്തിലായി, ആശയക്കുഴപ്പത്തിലായി. തറദ്ദദ എന്നതിൻ്റെ ഫാഇൽ ഏതാണ്? ഇങ്ങനെ സങ്കൽപ്പിക്കാം. വതറദ്ദദൻ നളുറു, ചിന്താകുഴപ്പത്തിലായി, ആശയക്കുഴപ്പത്തിലായി. ഫീ മുസ്ലിമത്തിൻ താരികത്തിൻ ലിസ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിൽ. വ കിതാബിയ്യത്തിൻ, വേദക്കാരിയിലും. നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിനെ വിവാഹം ചെയ്യലാണോ വേദക്കാരിയെ വിവാഹം ചെയ്യലാണോ ഏറ്റവും നല്ലത് എന്ന കാര്യത്തിൽ ചിന്താകുഴപ്പത്തിലായി. നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണ് എന്ന് പറഞ്ഞല്ലോ. അതിനെക്കുറിച്ച് ചിലർക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സംശയം, നേരത്തെ ഒരു ഫർള് നിസ്കാരം ഉപേക്ഷിച്ച പെണ്ണ് എന്നാണോ ഉദ്ദേശിച്ചത്? ഇപ്പോൾ ഒരു ഫർളും നിസ്കരിക്കാത്ത പെണ്ണ് എന്നാണോ ഉദ്ദേശിച്ചത്? നേരത്തെ പല ഫർള് നിസ്കാരങ്ങളും ഉപേക്ഷിക്കുകയും
ഇപ്പോഴും ഫർള് നിസ്കാരങ്ങൾ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പെണ്ണിൻ്റെ കാര്യമാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി വേറൊരു സംശയം ഉണ്ടാവാൻ സാധ്യത എന്താണ്? നിസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണാണെങ്കിലും അവൾ മുസ്ലിമത്താണല്ലോ. ഷാഫിഈ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായമനുസരിച്ച് അവൾ മുസ്ലിമത്താണ്. ഒരു പെണ്ണ് 5 നേരം നിസ്കാരം നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. അലസത കാരണത്താൽ ആ പെണ്ണ് ഒരു ഫർള് നിസ്കരിക്കാറില്ല എന്ന് വെക്കുക. എന്നാൽ ആ പെണ്ണ് മുസ്ലിമത്താണോ? മുസ്ലിമത്തല്ലേ? മുസ്ലിമത്താണ് എന്നാണ് നമ്മുടെ മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം. എന്നാൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു അങ്ങനെയുള്ള പെണ്ണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കിതാബിയത്തിൻ, വേദക്കാരിയിലും എന്ന് പറഞ്ഞല്ലോ. ഈ വേദക്കാരി ഏത് വേദക്കാരിയാണ്? മുസ്ലിമിന് വിവാഹം ചെയ്യൽ അനുവദനീയമായ വേദക്കാരിയാണ്. മുസ്ലിമിന് വിവാഹം ചെയ്യൽ അനുവദനീയമായ വേദക്കാരി ഇന്നുണ്ടോ? ഇക്കാലത്തുണ്ടോ? ഇല്ല എന്നാണ് അതിനെക്കുറിച്ച് പഠനം നടത്തിയവർ പറയുന്നത്. ഏതായാലും ഇനി വിഷയം പറയാം. വതറദ്ദദ ഫീ മുസ്ലിമത്തിൻ താരിഖത്തിൻ ലിസ്വലാത്തി വകിതാബിയത്തിൻ, നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിൻ്റെ കാര്യത്തിലും വേദക്കാരിയുടെ കാര്യത്തിലും ചിന്താകുഴപ്പത്തിലായി. ഫഖീല, പറയപ്പെട്ടു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു അഭിപ്രായമാണ് ഇമാം അഹ്മദ് ഇബ്നു ഹജറിൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇവിടെ ഉദ്ധരിച്ചത്. എന്താണ് ആ അഭിപ്രായം? ഹാദിഹി, ഇവൾ, ഔല, ഏറ്റവും നല്ലവളാണ്. ഔല എന്നതിന് സാധാരണ ഏറ്റവും നല്ലതാണ് എന്ന അർത്ഥമാണല്ലോ പലരും പറയാറുള്ളത്. ഔല എന്നതിന് ഏറ്റവും നല്ലവളാണ് എന്ന് അർത്ഥം പറയാനുള്ള കാരണം ഹാദിഹി, ഇവൾ എന്നാണല്ലോ. അപ്പോൾ അതിനോട് ഏറ്റവും യോജിച്ചത് ഔല, ഏറ്റവും നല്ലവളാണ് എന്ന് അർത്ഥം പറയലാണല്ലോ. ഹാദിഹി ഔല, ഇവൾ ഏറ്റവും നല്ലവളാണ്, വേദക്കാരി ഏറ്റവും നല്ലവളാണ്. ഇനി ആശയം പറയാം. വേദക്കാരിയെ വിവാഹം ചെയ്യലാണ് ഏറ്റവും നല്ലത്. നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം ചെയ്യലല്ല നല്ലത്.
നിസ്കാരം ഉപേക്ഷിക്കുന്ന പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ മുസ്ലിമിന് വിവാഹം ചെയ്യൽ അനുവദനീയമായ വേദക്കാരിയെ വിവാഹം ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഈ അഭിപ്രായമാണ് ആദ്യമായി ഇവിടെ ഉദ്ധരിച്ചത്. ഇനി അതിൻ്റെ ഇല്ലത്തുകൾ പറയാം. ഒന്നാമത്തെ ഇല്ലത്ത് ഏതാണ്? ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഇല്ലത്ത് ലിൽ ഇജ്മാഇ, ഏകാഭിപ്രായം ഉള്ളതുകൊണ്ട്. ലിൽ ഇജ്മാഇ, ഏകോപിച്ചതുകൊണ്ട്. ഇജ്മാ ഏകോപിക്കൽ എന്നാണല്ലോ. ലിൽ ഇജ്മാഇ, ഏകോപിച്ചതുകൊണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഗവേഷണ യോഗ്യരായ പണ്ഡിതർ ഏകോപിച്ചതുകൊണ്ട്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനു ശേഷം ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകൾ ഏകോപിക്കലാണ് ഇജ്മാ. അങ്ങനെ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദുകൾ ഏകോപിച്ചതുകൊണ്ട് അലാ സിഹ്ഹത്തി നിക്കാഹിഹാ, അവളെ വിവാഹം കഴിക്കൽ ശരിയാകുമെന്നതിൻ്റെ മേൽ. അജ്മഅ എന്ന ഫിഇലിന് ശേഷം അല എന്ന ഹർഫ് വന്നാൽ ഏകോപിച്ചു എന്നാണല്ലോ അർത്ഥം. അജ്മഅ അല, ഏകോപിച്ചു. നമുക്ക് ഇങ്ങനെ വ്യക്തമായി പറയാം, അത് ഉപകാരപ്പെടും. അജ്മഅൽ മുജ്തഹിദൂന അലാ സിഹ്ഹത്തി നിക്കാഹിൽ കിതാബിയ്യത്തി, വേദക്കാരിയെ വിവാഹം കഴിക്കൽ ശരിയാണെന്നതിന്മേൽ ഗവേഷണ യോഗ്യരായ പണ്ഡിതർ ഏകോപിച്ചു. ഇബാറത്തിന്റെ ശൈലി മനസ്സിലാക്കാൻ അജ്മഅ അല എന്നോ അല്ലെങ്കിൽ ലിൽ ഇജ്മാഇ അല എന്നോ ഉപയോഗിക്കുമ്പോൾ എന്താണ് ആശയം എന്ന് വ്യക്തമാകാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ വിശദീകരിച്ചപ്പോൾ ആശയം വ്യക്തമായല്ലോ. നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ വേദക്കാരിയെ വിവാഹം കഴിക്കലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ ഒരു ഇല്ലത്ത് പറഞ്ഞു. രണ്ടാമത്തെ ഇല്ലത്ത് വലിബുത്തുലാനി, അസാധുവാകുന്നതുകൊണ്ടും നിക്കാഹി തിൽക്ക, അവളെ വിവാഹം കഴിക്കൽ. നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കൽ അസാധുവാകുന്നതുകൊണ്ടും. രണ്ടാമത്തെ ഇല്ലത്ത് എന്താണ്? നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കൽ അസാധുവാണ് എന്നതാണ്. അസാധുവാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലിരിദ്ദത്തിഹാ, അവൾ ഇസ്ലാമിൽ നിന്നു പുറത്തുപോയതുകൊണ്ട്. അവൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ?
ഇന്ദ ഖൗമിൻ ചിലയാളുകളുടെ അടുക്കൽ. ഇന്ദ ഖൗമിൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചത്? ഷെർവാനിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അമീറയിലെ ഇബാറത്ത് വായിക്കാം. ഇൻദൽ ഇമാമി അഹ്മദ റളിയല്ലാഹു അൻഹു. അൽ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ. ഇന്ദ ഖൗമിൻ ചിലയാളുകളുടെ അടുക്കൽ, ചില ഇമാമുകളുടെ അടുക്കൽ. ഇന്ദൽ ഇമാമി അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം ഫർള് നിസ്കാരം ഉപേക്ഷിച്ചാൽ, മനഃപൂർവം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ്. ഫർള് നിസ്കാരം ഉപേക്ഷിച്ചത് കാരണത്താൽ ആ പെണ്ണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അവള് മുർത്തദ്ദത്താണ്, മതഭ്രഷ്ടയാണ്. ആ മുർത്തദ്ദത്തായ പെണ്ണിനെ വിവാഹം ചെയ്യൽ അസാധുവാണ് എന്നതാണ് രണ്ടാമത്തെ ഇല്ലത്തായി പറഞ്ഞത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇന്ദ ഖൗമിൻ എന്നാണല്ലോ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഷാഫിഈ മദ്ഹബിലോ? ഷാഫിഈ മദ്ഹബില് നിസ്കാരം ഉപേക്ഷിച്ചു എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ അവിടെ പ്രബലമായ അഭിപ്രായം, ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ പ്രബലമായ അഭിപ്രായം എന്ന് പറഞ്ഞത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. വഫീ വജ്ഹിൻ, പിന്നെ ഇതും കൂടി നോക്കൂ. അമീറയിൽ ഇങ്ങനെയുണ്ടല്ലോ, അപ്പോൾ പിന്നെ പ്രബലമായ അഭിപ്രായം എന്ന് എന്തായാലും പറയണം എന്നാണ് വ്യക്തമാകുന്നത്. വഫീ വജ്ഹിൻ, ഒരു വജ്ഹിലുണ്ട്, ഇന്ധന നമ്മുടെ അടുക്കൽ. അപ്പൊ നമ്മുടെ അടുക്കലും, അതായത് ഷാഫിഈ മദ്ഹബിലും ഒരു വജ്ഹുണ്ട് എന്നാണല്ലോ മനസ്സിലാകുന്നത്. എന്ത്? നിസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും, മനഃപൂർവ്വം ഫർള് നിസ്കാരം ഉപേക്ഷിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നൊരു വീക്ഷണം നമ്മുടെ മദ്ഹബിലും ഉണ്ട് എന്നാണ് വഫീ വജ്ഹിൻ ഇന്ധന എന്ന അമീറയിലെ ഇബാറത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റുന്ന വേദക്കാരിയെ വിവാഹം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ രണ്ട് ഇല്ലത്തുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രണ്ടും മനസ്സിലായല്ലോ. വഖീല പറയപ്പെട്ടു. നേരത്തെ ഫഖീല എന്ന് പറഞ്ഞല്ലോ. നേരത്തെ ഫഖീല ഹാദിഹി ഔല എന്ന് നമ്മൾ വായിച്ചു. അതിൻ്റെ മേൽ അത്ഫ് ചെയ്തുകൊണ്ടാണ് ഇവിടെ രേഖപ്പെടുത്തിയത് വഖീല തിൽക്ക, അവളാണ് എന്ന് പറയപ്പെട്ടു. വഖീല പറയപ്പെട്ടു, തിൽക്ക അവളാണ്. അവളാണ് എന്ന് പറഞ്ഞാൽ ആരാണ്? നിസ്കാരം ഉപേക്ഷിച്ച പെണ്ണാണ്. രണ്ടാമത്തെ അഭിപ്രായം, നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിനെ വിവാഹം ചെയ്യലാണ് മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റുന്ന വേദക്കാരിയെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്നതാണ്.
ഇവിടെ തിൽക്ക എന്ന് മാത്രമാണല്ലോ പറഞ്ഞത്. നേരത്തെ ഫഖീല എന്നതിന് ശേഷം ഹാദിഹി ഔല, ഇവൾ ഏറ്റവും നല്ലവളാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതനുസരിച്ച് വഖീല തിൽക്ക ഔല എന്ന് വേണ്ടേ? തിൽക്ക എന്നതിനെ മുബത്തദ ആണെന്ന് വെക്കുകയും ഔല എന്ന ഒരു ഖബർ കളയപ്പെട്ടിട്ടുണ്ട് എന്ന് വെക്കുകയും ചെയ്താൽ പറ്റും. അപ്പോൾ വഖീല തിൽക്ക ഔല എന്ന് സങ്കല്പിക്കാം. അവൾ ഏറ്റവും നല്ലവളാണ്. അതായത് ഈ സാഹചര്യത്തിൽ നിസ്കരിക്കാത്ത മുസ്ലിം പെണ്ണിനെ വിവാഹം ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്ന് പറയപ്പെട്ടു. ഇനി വേറൊരു സംശയം, വഖീല തിൽക്ക, ഇവിടെ ഏതായാലും ഔല എന്ന് എഴുതിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ സങ്കല്പിച്ചുകൂടെ? വഖീല അൽ ഔല തിൽക്ക, വഖീല പറയപ്പെട്ടു അൽ ഔല ഏറ്റവും നല്ലവൾ, വിവാഹം ചെയ്യാൻ ഏറ്റവും നല്ലത് തിൽക്ക അവളാണ്. ഇങ്ങനെ സങ്കല്പിച്ചുകൂടെ? അപ്പോൾ അൽ ഔല എന്ന മുബത്തദ കളയപ്പെട്ടു, തിൽക്ക എന്ന ഖബറാണ് ഇവിടെ ഉള്ളത് എന്ന് വെച്ചുകൂടെ? അങ്ങനെയും യോജിക്കുന്നുണ്ട്. രണ്ട് രൂപത്തിൽ ഞാൻ പറഞ്ഞു. രണ്ടും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, നന്നായി ചിന്തിക്കണം. മനസ്സിലാകാത്തവർ ആവർത്തിച്ച് കേൾക്കണം. നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിനെ വിവാഹം ചെയ്യലാണ് വേദക്കാരിയെ വിവാഹം ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് എന്നതിൻ്റെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താ കാരണം? ആ അഭിപ്രായം പറഞ്ഞവർ അതിന് പറഞ്ഞ ഇല്ലത്ത് എന്താണ്? ആ ഇല്ലത്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, എന്താണ് ഇല്ലത്ത്? ലി അന്ന ഷർത്ത നിക്കാഹി ഹാദിഹി, കാരണം തീർച്ചയായും ഇവളെ വിവാഹം ചെയ്യുന്നതിൻ്റെ നിബന്ധന, വേദക്കാരിയെ വിവാഹം ചെയ്യുന്നതിൻ്റെ നിബന്ധന മുഖ്തലഫുൻ ഫീഹി, അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. മുഖ്തലഫുൻ ഭിന്നിക്കപ്പെട്ടതാണ്, അതായത് അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ഫീഹി അതില്, ഏതില്? വേദക്കാരിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഷർത്തിൽ, വേദക്കാരിയെ വിവാഹം കഴിക്കുന്നതിൻ്റെ ഷർത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതാണ് ഇല്ലത്തായി പറഞ്ഞത്. രണ്ട് അഭിപ്രായങ്ങളും ഉദ്ധരിച്ചു. ഒന്നാം അഭിപ്രായത്തിന് രണ്ട് ഇല്ലത്തുകൾ എഴുതി, രണ്ടാം അഭിപ്രായത്തിന് ഒരു ഇല്ലത്തും എഴുതി. വറജ്ജഹ, മുൻഗണന നൽകി, മുൻതൂക്കം നൽകി, തിരഞ്ഞെടുത്തു. ഈ മൂന്നർത്ഥങ്ങളിൽ നിന്ന് ഏത് അർത്ഥം വെച്ചാലും കുഴപ്പമില്ല. വറജ്ജഹ ബഅ്ളുഹും, അവരിൽ ചിലർ തിരഞ്ഞെടുത്തു, അവരിൽ ചിലർ പ്രബലമാക്കി. അൽ അവ്വല, ഒന്നാമത്തേതിനെ. തുഹ്ഫത്തുൽ മുഹ്താജിന്റെ ചില നുസ്ഖകളിൽ അൽ ഊല എന്നുണ്ടാകും. എന്നാൽ ശരിയായ നുസ്ഖയിൽ അൽ അവ്വല എന്നാണ് ഉള്ളത്. ആരുടെയെങ്കിലും നുസ്ഖയിൽ അൽ ഊല എന്നുണ്ടെങ്കിൽ അൽ അവ്വല എന്നാക്കണം. നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ മുസ്ലിമിന് വിവാഹം ചെയ്യാൻ പറ്റുന്ന വേദക്കാരിയെ വിവാഹം കഴിക്കലാണ് ഏറ്റവും നല്ലത് എന്ന അഭിപ്രായത്തെ അവരിൽ ചില പണ്ഡിതന്മാർ പ്രബലമാക്കി.
വഹുവ വാളിഹുൻ ഫിൽ ഇസ്രാഈലിയത്തി, അത് ഇസ്രാഈലി പെണ്ണിൽ വ്യക്തമാണ്. വേദക്കാരിയെ വിവാഹം കഴിക്കലാണ് ഏറ്റവും നല്ലത് എന്നത് ഇസ്രാഈലി പെണ്ണിൽ വ്യക്തമായതാണ്. ലി അന്നൽ ഖിലാഫൽ ഖവിയ്യ, കാരണം തീർച്ചയായും ശക്തമായ അഭിപ്രായ വ്യത്യാസം, ഇന്നമാ ഹുവ, അത് ഏത് ശക്തമായ അഭിപ്രായ വ്യത്യാസം, ഫി ഗൈരിഹ, അവൾ അല്ലാത്തവളിലാണ്, ഇസ്രാഈലി പെണ്ണ് അല്ലാത്തവളിലാണ്. ഇസ്രാഈലി പെണ്ണ് അല്ലാത്തവളെ വിവാഹം കഴിക്കുന്നതിലാണ് ശക്തമായ ഖിലാഫ് ഉള്ളത് എന്നതാണ് കാരണം. ഇസ്രാഈലി പെണ്ണിനെ വിവാഹം ചെയ്യുന്നതിൽ ശക്തമല്ലാത്ത ഖിലാഫാണ് ഉള്ളത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ലിഅന്നൽ ഖിലാഫൽ ഖവിയ്യ, കാരണം തീർച്ചയായും ശക്തമായ ഖിലാഫ്, ഇന്നമാ ഹുവ, അത് ഫി ഗൈരിഹ, അവൾ അല്ലാത്തവളിൽ മാത്രമാണ്, ഇസ്രാഈലി പെണ്ണ് അല്ലാത്തവളിൽ മാത്രമാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇസ്രാഈലി പെണ്ണിനെ നിക്കാഹ് ചെയ്യുന്നതിലുള്ള ഖിലാഫ് ഖവിയ്യ് അല്ല, ശക്തം അല്ല എന്ന് വ്യക്തമായി. വലൗ ഖീല, പറയപ്പെട്ടാൽ, അൽ ഔല, ഏറ്റവും നല്ലത്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, വലൗ ഖീല എന്നതിന് ശേഷം അൽ ഔല എന്നാണ് വേണ്ടത്. എന്നാൽ ചില നുസ്ഖകളിൽ അൽ അവ്വലു എന്ന് എഴുതിയിട്ടുണ്ടാവും, അതല്ല ശരി. അൽ ഔല എന്നാണ് തുഹ്ഫത്തുൽ മുഹ്താജിൻ്റെ യഥാർത്ഥ നുസ്ഖയിൽ ഉള്ളത്. അപ്പോൾ ആരുടെയെങ്കിലും കിതാബിൽ അൽ അവ്വലു എന്നുണ്ടെങ്കിൽ അൽ ഔല എന്നാക്കണം. വലൗ ഖീല, പറയപ്പെട്ടാൽ, അൽ ഔല, ഏറ്റവും നല്ലത്. ലിഖവിയിൽ ഈമാനി വൽ ഇൽമി, ഈമാനും ഇൽമും ഉറച്ചവന്, വൽ ഇൽമി, ഇൽമും എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? വത്തസ്ദീഖി, തസ്ദീഖും എന്നാണ്. ലിഖവിയിൽ ഈമാനി വൽ ഇൽമി, സത്യവിശ്വാസവും അംഗീകരണവും ഉറച്ചവന്, ഈമാനും തസ്ദീഖും ഉറച്ചവന് ഏറ്റവും നല്ലത്. ഹാദിഹി, ഇവളാണ്. അൽ ഔല എന്നത് മുബ്തദഉം ഹാദിഹി എന്നത് ഖബറുമാണ്. ഹാദിഹി, ഇവളാണ് എന്ന് പറഞ്ഞാൽ വേദക്കാരിയാണ്, മുസ്ലിമിന് വിവാഹം കഴിക്കാൻ പറ്റുന്ന വേദക്കാരിയാണ്. ഇക്കാലത്ത് അങ്ങനെയുള്ള വേദക്കാരിയെ കിട്ടാനില്ല എന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാദിഹി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേദക്കാരിയെയാണ്. തിൽക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിസ്കാരം ഉപേക്ഷിക്കുന്നവളെയാണ്. ഈമാനും ഇൽമും, അതായത് ഈമാനും തസ്ദീഖും
ഉറച്ചവന് ഏറ്റവും നല്ലത് വേദക്കാരിയെ വിവാഹം കഴിക്കലാണ് എന്ന് പറയപ്പെട്ടാൽ അതിൻ്റെ ഇല്ലത്തെന്താ? ലി അംനിഹി, അവൻ നിർഭയനായതുകൊണ്ട്, അവൻ നിർഭയനായതുകൊണ്ട്, അവളെ നിക്കാഹ് ചെയ്യുന്നവൻ നിർഭയനായതുകൊണ്ട്, മിൻ ഫിത്നത്തിഹാ, അവൾ വഴി തെറ്റിക്കുന്നതിൽ നിന്ന്, ആ വേദക്കാരി അവനെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അവൻ നിർഭയനായതുകൊണ്ട്, ആ വേദക്കാരി അവനെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അവൻ നിർഭയനാകാനാണ് സാധ്യത കൂടുതലുള്ളത്. അതുകൊണ്ട്, കാരണം അവൻ്റെ ഈമാനും തസ്ദീഖും ഉറച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈമാനും തസ്ദീഖും ഉറച്ച ഭർത്താവിനെ ആ വേദക്കാരി വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അവൻ നിർഭയനാണ്. അതുകൊണ്ട് വഖുർബി സിയാസത്തിഹി, അവൻ്റെ നിയന്ത്രണം അടുത്തതുകൊണ്ടും, അവൻ നിയന്ത്രിക്കൽ അടുത്തതുകൊണ്ടും, ലഹ അവളെ, ലഹ എന്നതിന് അവളെ എന്നും അർത്ഥമുണ്ടല്ലോ. വഖുർബി സിയാസത്തിഹി ലഹ, അവൻ അവളെ നിയന്ത്രിക്കൽ അടുത്തതുകൊണ്ടും, എന്തിലേക്ക്? ഇലാ അൻ തുസ്ലിമ, അവൾ മുസ്ലിമാകുന്നതിലേക്ക്. വഖുർബി സിയാസത്തിഹി ലഹ ഇലാ അൻ തുസ്ലിമ എന്നതിൻ്റെ ആശയം ഇങ്ങനെയും പറയാം. അവൻ അവളെ നിയന്ത്രിക്കൽ, അവൻ അവളുടെ കാര്യം വേണ്ടതുപോലെ നോക്കൽ, അവൾ മുസ്ലിമാകുന്നതിലേക്ക്, അവൾ മുസ്ലിമത്താകുന്നതിലേക്ക് അടുപ്പിക്കുന്നത് കൊണ്ടും. അപ്പൊ രണ്ട് കാരണം പറഞ്ഞു. ഒരു കാരണം, ഭർത്താവ് ഈമാനും തസ്ദീഖും ഉറച്ചവനാണെങ്കിൽ ആ ഭർത്താവിനെ ഈ വേദക്കാരി വഴിതെറ്റിക്കുകയില്ല, അവൾ അവനെ വഴിതെറ്റിക്കുന്നതിൽ നിന്ന് അവൻ നിർഭയനാണ്. മറ്റൊരു കാരണം, ആ ഭർത്താവ് അവളെ മുസ്ലിമത്താക്കാൻ, ഭാവിയിൽ മുസ്ലിമത്താക്കാൻ സാധ്യതയുണ്ട്, അതിനാണ് സാധ്യത കൂടുതലുള്ളത്. അപ്പൊ രണ്ട് കാരണം പറഞ്ഞു. അപ്പോൾ ആശയം എന്താണ്? ഈമാനും തസ്ദീഖും ഉറച്ചവന് വേദക്കാരിയെ, അതായത് മുസ്ലിമിന് വിവാഹം കഴിക്കാൻ പറ്റുന്ന വേദക്കാരിയെ വിവാഹം കഴിക്കലാണ് നിസ്കരിക്കാത്ത പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത്. അതിൻ്റെ കാരണങ്ങളും പറഞ്ഞു. വലിയ ഗൈരിഹി, അവൻ അല്ലാത്തവന്, അതായത് ഈമാനും തസ്ദീഖും ഉറച്ചവനല്ല, ഈമാനും തസ്ദീഖും ഉറക്കാത്തവനാണ്, അങ്ങനെയുള്ളവന് ഏറ്റവും നല്ലത് തിൽക്ക, അവളാണ്. അവളാണ് പറഞ്ഞാൽ നിസ്കരിക്കാത്ത മുസ്ലിം പെണ്ണാണ്. ആ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ ഈമാനും തസ്ദീഖും ഉറക്കാത്തവനാണെങ്കിൽ അവന് വേദക്കാരിയെ
വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് നിസ്കരിക്കാത്ത മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിക്കലാണ്. അല്ലാ തഫ്തിനഹു ഹാദിഹി, ഇവൾ അവനെ വഴി പിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഈ വേദക്കാരിയെ വിവാഹം കഴിച്ചാൽ വേദക്കാരി ഭർത്താവിനെ പിഴപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? ഭർത്താവ്, ഈ പറഞ്ഞ വ്യക്തി ഈമാനും തസ്ദീഖും ഉറക്കാത്തവനാണല്ലോ. അപ്പൊ ഈമാനും തസ്ദീഖും ഉറക്കാത്ത വ്യക്തിയെ വേദക്കാരിയായ ഭാര്യ പിഴപ്പിക്കാൻ സാധ്യതയുണ്ടല്ലോ. അതാണ് പറഞ്ഞത് അല്ലാ തഫ്തിനഹു ഹാദിഹി, ഇവൾ അവനെ പിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി. ഇവിടെ ഇതിനെ ഹാദിഹി എന്ന് വ്യക്തമായി കൊടുത്തത് അത് തഫ്തിന എന്നതിലുള്ള ലമീർ അത് ഇവൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വേദക്കാരിയാണ് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വേദക്കാരിയെ ഇഷാറത്താക്കിക്കൊണ്ട് ഹാദിഹി എന്നും നിസ്കരിക്കാത്ത മുസ്ലിം പെണ്ണിനെ ഇഷാറത്താക്കിക്കൊണ്ട് തിൽക്ക എന്നുമാണ് ഇവിടെ പ്രയോഗിച്ചുള്ളത്. അങ്ങനെ പ്രയോഗിക്കാനും കാരണമുണ്ട്. അതിൻ്റെ കാരണം ആദ്യം ഫി മുസ്ലിമത്തിൻ താരിഖത്തിൻ ലിസ്വലാത്തി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം എഴുതിയിലേക്ക് ലമീർ മടക്കുമ്പോൾ, ആദ്യം എഴുതിയിലേക്ക് ഇഷാർത്താക്കുമ്പോൾ തിൽക്ക എന്നുകൊണ്ട് ഇഷാർത്താക്കലാണ് നല്ലത്. എന്നാൽ കിതാബിയത്തിൻ എന്നത് അതിന് ശേഷമുള്ളതാണല്ലോ, അത് ഒന്നുകൂടി അടുത്തതാണല്ലോ. അപ്പോൾ അതിലേക്ക് ലമീർ മടക്കുമ്പോൾ ഹാദിഹി കിതാബിയത്തിൻ എന്നുള്ള ശേഷമുള്ളതായതുകൊണ്ട് അതിലേക്ക് ഇഷാർത്താക്കുമ്പോൾ ഹാദിഹി എന്ന് പ്രയോഗിക്കലാണല്ലോ കൂടുതൽ യോജിപ്പ്. അപ്പോൾ ഹാദിഹി ഇവൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് ശേഷം പറഞ്ഞ ഈ അടുത്ത് പറഞ്ഞ കിതാബിയത്ത്. തിൽക്ക അവൾ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൻ്റെ മുമ്പ് പറഞ്ഞ നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണ്. നേരത്തെ വലവു ഖീല പറയപ്പെട്ടാൽ എന്നറിഞ്ഞല്ലോ, അതിൻ്റെ ജവാബ് ലക്കാന അതാകുമായിരുന്നു, ഔജഹ ഏറ്റവും ന്യായയുക്തമായത്. വലൗ ഖീല ലക്കാന ഔജഹ, ഇങ്ങനെ പറയപ്പെട്ടാൽ അത് ഏറ്റവും ന്യായയുക്തമായത് ആകുമായിരുന്നു. എങ്ങനെ പറയപ്പെട്ടാൽ? ഇത് ആ പറയപ്പെട്ടത് ഇതാണ്: അൽ ഔലാ ലി ഖവിയിൽ ഈമാനി വൽ ഇൽമി ഹാദിഹി ലി അംനിഹി മിൻ ഫിത്നതിഹാ വ ഖുർബി സിയാസതിഹി ലഹാ ഇലാ അൻ തുസ്ലിമ വലി ഗൈരിഹി തിൽക ലി അല്ലാ തഫ്തിനഹു ഹാദിഹി. ഇതാണ് പറയപ്പെട്ട കാര്യം, മഖൂല് പറയപ്പെട്ട കാര്യം. അൽ ഇമാമു അഹ്മദ് ബിൻ ഹജറിൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു പ്രബലമാക്കിയത് ഈ അവസാനം പറഞ്ഞതാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം വലൗ ഖീല എന്ന് എഴുതിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞിട്ട്, അതായത് ഈമാനും ഇൽമും, അതായത് ഈമാനും തസ്ദീഖും ഉറച്ചവന് ഏറ്റവും നല്ലത് നേരത്തെ പറഞ്ഞ ഷർത്തൊത്ത വേദക്കാരി വിവാഹം കഴിക്കലാണ്, നിസ്കാരം ഉപേക്ഷിക്കുന്ന മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിക്കലല്ല എന്നും, എന്നാൽ ഈമാനും തസ്ദീഖും ഉറക്കാത്തവനാണെങ്കിൽ നിസ്കരിക്കാത്ത മുസ്ലിം പെണ്ണിനെ വിവാഹം കഴിക്കലാണ് വേദക്കാരിയെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത്. അതിൻ്റെ കാരണവും പറഞ്ഞു. ഇതാണ് പ്രബലമായ അഭിപ്രായം. ഇതിന് നല്ല ന്യായമുണ്ടല്ലോ, നല്ല ന്യായങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ലക്കാന അതാകുമായിരുന്നു,
ഔജഹ ഏറ്റവും ന്യായയുക്തമായത് എന്ന് പറഞ്ഞത്. ഈ ഭാഗം നന്നായി ശ്രദ്ധിച്ച് അർത്ഥം വെക്കുകയും ആശയങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം. വളരെ കുറഞ്ഞ ഭാഗമാണെങ്കിലും ഞാൻ കുറച്ച് സമയമെടുത്ത് അർത്ഥം വെക്കുകയും ആവർത്തിക്കേണ്ട സ്ഥലത്ത് ആവർത്തിക്കുകയും ചെയ്തത് നന്നായി മനസ്സിലാക്കേണ്ട ഭാഗമാണ്. നന്നായി ചിന്തിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനാൽ നന്നായി ചിന്തിച്ച് പഠിക്കണം. സംശയങ്ങൾ ചോദിച്ച് തീർക്കുകയും ചെയ്യണം. അല്ലാഹു തആല കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഇഹലോകത്തും പരലോകത്തും നമുക്ക് വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.